കാലാവസ്ഥാ വിവരങ്ങളുമായി അശ്വതി വിശ്വനാഥനാണ് ചേരുന്നത്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു. മഴ വരാൻ ഇനി മൺസൂൺ വരാൻ 27-ാം തീയതി ആകുമെന്ന് പറയുന്നു. പക്ഷേ നേരത്തെ തന്നെ മഴ കിട്ടുന്നുണ്ട്. എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ്, എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? ചോദിക്കാനുള്ള കാരണം ഹർഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ലഭിച്ചൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ്, മഴയുണ്ടോ, ഏതൊക്കെ ജില്ലകളിലാണ് പ്രത്യേക മുന്നറിയിപ്പുകൾ എന്നൊക്കെ നമുക്കിനി പരിശോധിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് മാപ്പ് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ പൊതുവെ മഴയുള്ള ഒരു അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ യെല്ലോ അലേർട്ട് ഉണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ചോദ്യമാണ്, കേരളത്തിൽ കാലവർഷം തുടങ്ങിയില്ലേ, എപ്പോഴാണ് എത്തുക എന്നുള്ളൊരു ചോദ്യം അല്ലേ. ഈ ആൻഡമാൻ കടലിലൊക്കെ കാലവർഷം ഇക്കുറി എത്തിയത് പതിവിലും നേരത്തെയാണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 9 ദിവസം മുന്നേ. ഈ സാധാരണഗതിയിൽ മെയ് 22-നാണ് കാലവർഷം ആൻഡമാനിൽ എത്തേണ്ടത്. ഇക്കുറി നേരത്തെ എത്തിയതോടെ കേരളത്തിലെയും സാഹചര്യം മാറുകയാണ്. അപ്പോൾ ഈ ആൻഡമാനിൽ ഇന്ന് കാലവർഷം കേരളത്തിൽ എത്താൻ എത്ര ദിവസം വേണ്ടിവരും എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. സാധാരണഗതിയിൽ ആൻഡമാനിൽ നിന്ന് 10 ദിവസം കൊണ്ടാണ് കേരളത്തിലെത്തുക. എന്നാൽ എപ്പോഴും അങ്ങനെ തന്നെ ആകണമെന്നില്ല എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിലും നിക്കോബാർ ദ്വീപുകളിലൊക്കെ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. കേരള തീരത്ത് മെയ് 17-ന് എത്തുമെന്നാണ് സൂചനയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി പ്രത്യേക ജാഗ്രത നിർദ്ദേശമാണ്, മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിർദ്ദേശമാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക, അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അടുത്തതായി, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ മുന്നറിയിപ്പുകൾ. മഴയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞൂലേ. ഇനി നമുക്ക് പതിവ് പോലെ ചൂട് പരിശോധിക്കണം. ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന ചൂടെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് 37, കോഴിക്കോട് 35, കണ്ണൂർ 34 എന്നിങ്ങനെയാണ് താപനിലയുടെ തോത്. അടുത്തതായി തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ഈ 3 ജില്ലകളിലാണ് രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് 33, എറണാകുളം 33, കോട്ടയം 32. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ചൂടിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ മഴയുടെയും ചൂടിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അറിഞ്ഞു. ഇതിനനുസരിച്ചായിരിക്കണം ഇന്നത്തെ നമ്മുടെ ദിവസത്തെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലേ. ഇനിയുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ എല്ലാവരും പാലിക്കുക, അനുസരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ വിശേഷങ്ങൾ. ഹർഷൻ, സ്കൈ വാച്ചുമായി നാളെ വീണ്ടും കാണാം.